അപ്പൊ ഖുർആൻ മാത്രമേ പിൻപറ്റാവൂ. അങ്ങനെ വന്നാൽ ഖുർആനിൽ നിന്ന് വേണം നമസ്കാരം എന്താണെന്ന് പഠിക്കാൻ, നോമ്പ് എന്താണെന്ന് പഠിക്കാൻ, ഹജ്ജ് എന്താണെന്ന് പഠിക്കാൻ. അത് പഠിക്കുമ്പോഴറിയാം ഇന്ന് ചെയ്യുന്ന നമസ്കാരമല്ല ഖുർആൻ പറയുന്ന നമസ്കാരം, ഇന്ന് ചെയ്യുന്ന നോമ്പല്ല, അനുഷ്ഠിക്കുന്ന വ്രതമല്ല ഖുർആൻ പറയുന്ന വ്രതം, ഇന്ന് നടത്തുന്ന തീർത്ഥാടനമല്ല ഖുർആൻ പറയുന്ന ഹജ്ജ് എന്ന് മനസ്സിലാക്കും. നമസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, അത് പിന്തുടരുക എന്നുള്ളതാണ്. ആ നമസ്കാരം പിന്തുടരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമങ്ങൾ പിന്തുടരുക എന്നാണ്. ഓരോ ദൈവത്തിനും പ്രത്യേക നിയമങ്ങളില്ല. എല്ലാ ദൈവങ്ങൾക്കും ഒരു നിയമമുണ്ട്. ഹൈന്ദവന്റെ ദൈവമായാലും മുസ്ലിമിന്റെ ദൈവമായാലും ക്രിസ്ത്യാനിയുടെ ദൈവമായാലും എല്ലാ ദൈവത്തിനും ഒരേ നിയമമേ ഉള്ളൂ, ഒരേ ധർമ്മമേ ഉള്ളൂ, ഒരേ മൂല്യങ്ങളേ ഉള്ളൂ. അത് എല്ലാ ദൈവങ്ങളും അക്കാര്യത്തിൽ ഒരുപോലെയാണ്. ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല, മുസ്ലിം ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല. ധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. സത്യം പറയുക എന്നത്, നീതി പാലിക്കുക എന്നത്, അതുപോലെ തന്നെ ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക എന്നത്, സമാധാനം ലോകത്തുണ്ടാക്കുക എന്നത്, അതൊക്കെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ. കക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറെ നിഷേധങ്ങളുണ്ട്. അത് എല്ലാ ദൈവങ്ങൾക്കും ഒരുപോലെയാണ്. ആ നിയമങ്ങളാണ് പാലിക്കേണ്ടത്. ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 5 നേരം ഒന്നുമെടുത്ത് പള്ളിയിൽ പോയി 5 മിനിറ്റ് കൊണ്ട് കാട്ടിക്കൊടുക്കുന്നതല്ല സത്യത്തിൽ നമസ്കാരം. ഹാദിയെ സംബന്ധിച്ചിടത്തോളം ഹാദിയയുടെ ഇപ്പോഴത്തെ ദൈവം അല്ലെങ്കിൽ അല്ലാഹു, ഹാദിയയുടെ ഇന്നലത്തെ വൈക്കത്തപ്പൻ, ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോ ഹാദിയക്ക് ഏതായിരുന്നു സുഖകരം എന്ന ചോദ്യം വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. ഹാദിയയുടെ ദൈവമായ വൈക്കത്തപ്പനായാലും ഹാദിയയുടെ ഇപ്പോഴത്തെ ദൈവമായ അല്ലാഹു ആയാലും ഇത് രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യങ്ങളല്ല. കാരണം ഒരു ദൈവവും മനുഷ്യനെ അവന്റെ അടിമയാക്കി കൊണ്ടുപോകുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരാരാണ്? അവർ കൊണ്ടുവരുന്ന സന്ദേശം എന്താണ്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു റസൂലിനെ നിയോഗിച്ചവനാണ്. ഫഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു റസൂലുണ്ട്. അത് നമ്മുടെ മനസ്സാക്ഷിയാണ്. നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു റസൂൽ, ഒരു സന്ദേശവാഹകൻ ഓരോ മനുഷ്യനിലും ഉണ്ട്. അത് നമ്മളോട് സംസാരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോ, ഒരു അസത്യം പറയാൻ പോകുമ്പോ ആ ദൈവം, ആ സന്ദേശം, ആ റസൂൽ നമ്മളോട് സംസാരിക്കും. റസൂൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശവാഹകൻ. റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശമാണ്. ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നതാണ് ഖുർആനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ സന്ദേശമായിട്ടാണ് ഭഗവത്ഗീതയെ കാണുന്നത്, ദൈവത്തിന്റെ സന്ദേശമായിട്ടാണ് ഇഞ്ചീലിനെ കാണുന്നത്, ബൈബിളിനെ കാണുന്നത്, ദൈവത്തിന്റെ സന്ദേശമായിട്ടാണ് റസൂലിൽ ഇത് കാണുന്നത്, തൗറാത്ത് കാണുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നു ഈ ദൈവത്തിന്റെ സന്ദേശം, ഈ റിസാലത്ത്, ഈ റസൂൽ നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. എത്ര സുന്ദരമായ ഒരു ആശയമാണത്. നമ്മുടെ മനസ്സാക്ഷിയാണ് സത്യത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഏത് കാര്യമായാലും നമ്മളൊരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അതിലെ ശരിയും തെറ്റും അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, അല്ലെ? നമ്മള് ഒരു കൈക്കൂലി വാങ്ങുമ്പോ നമ്മുടെ മനസ്സ് പറയും അത് തെറ്റാണ്, വാങ്ങാൻ പാടില്ല, അന്യായമാണ് എന്ന് പറയില്ലേ? ഒരു കളവ് നമ്മൾ പറയാൻ പോവാണ്, മനസ്സ് അപ്പം പറയും നീ പറയുന്നത് കളവ് പറയാൻ പാടില്ല എന്ന് നമ്മുടെ മനസ്സ് പന്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളിൽ തന്നെ റസൂലുണ്ട്, നമ്മളിൽ തന്നെ മുന്നറിയിപ്പുകാരനുണ്ട്, നമ്മളിൽ തന്നെ സന്ദേശവാഹകനുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഈ ആശയം വായിക്കുന്നതിന് പകരം അതിന്റെ പദാർത്ഥ തലത്തിൽ വായിച്ചപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ വെച്ചു. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം 5 നേരം
എന്താ കാര്യം? ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഇതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കും, ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടും. ഈ ഒരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ ഈ 5 നേരം പോയി നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ആചാര നമസ്കാരം ഉണ്ടല്ലോ, ഈ നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ നമസ്കരിക്കണമെന്ന് ഖുർആനിലെ 6234 അധ്യായങ്ങൾ തെരഞ്ഞാൽ കാണില്ല. എന്നാൽ നമസ്കരിക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ നമസ്കാരം എന്താണ്? ഖുർആനിൽ പറഞ്ഞതാണ് ഇന്നത്തെ നമസ്കാരമെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് കൂടി പഠിച്ചവൻ പറയണമായിരുന്നു. എന്താ പറയാതിരുന്നത്? പറയാതിരുന്നത് ഇതല്ല പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ, ജഗദീശ്വരൻ ആഗ്രഹിക്കുന്ന നമസ്കാരം. അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള, ഈ വിശുദ്ധ ഗ്രന്ഥം എന്താണെന്നുള്ളതിനെ കുറിച്ച് പോലും ചിന്തിക്കേണ്ടതാണ്. പലരും വളരെ പവിത്രമായി ഇത് കൊണ്ടു നടക്കാറുണ്ട്. എല്ലാ മതക്കാരും അവരുടെ ഗ്രന്ഥങ്ങൾ പവിത്രമായി കൊണ്ടു നടക്കാറുണ്ട്. ഹൈന്ദവ സഹോദരന്മാരെ അത് ഇടയ്ക്ക് വായിക്കാറുണ്ട്. മുസ്ലിങ്ങൾ നോമ്പൊക്കെ എടുത്തു വായിക്കും, അല്ലെങ്കിൽ ആരും മരിച്ച വായിക്കും. വളരെ പുണ്യത്തോടുകൂടി പവിത്രതയോടുകൂടി കൊണ്ടുപോകും. പക്ഷെ ഇന്ന് വരെ കൃത്യമായി വായിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ നിസ്കാരം എന്താണ് എന്ന് അവർ പഠിക്കുമായിരുന്നു. അത് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയാം, അപ്പൊ ഖുർആൻ മാത്രമേ പിൻപറ്റാവൂ. അങ്ങനെ വന്നാൽ ഖുർആനിൽ നിന്ന് വേണം നമസ്കാരം എന്താണെന്ന് പഠിക്കാൻ, നോമ്പ് എന്താണെന്ന് പഠിക്കാൻ, ഹജ്ജ് എന്താണെന്ന് പഠിക്കാൻ. അത് പഠിക്കുമ്പോഴറിയാം ഇന്ന് ചെയ്യുന്ന നമസ്കാരമല്ല ഖുർആൻ പറയുന്ന നമസ്കാരം, ഇന്ന് ചെയ്യുന്ന നോമ്പല്ല, അനുഷ്ഠിക്കുന്ന വ്രതമല്ല ഖുർആൻ പറയുന്ന വ്രതം, ഇന്ന് നടത്തുന്ന തീർത്ഥാടനമല്ല ഖുർആൻ പറയുന്ന ഹജ്ജ് എന്ന് മനസ്സിലാക്കും. നമസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഫോളോ ചെയ്യാനുള്ളതാണ്, അത് പിന്തുടരുക എന്നുള്ളതാണ്. ആ നമസ്കാരം പിന്തുടരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമങ്ങൾ പിന്തുടരുക എന്നാണ്. ഓരോ ദൈവത്തിനും പ്രത്യേക നിയമങ്ങളില്ല. എല്ലാ ദൈവങ്ങൾക്കും ഒരു നിയമമുണ്ട്. ഹൈന്ദവന്റെ ദൈവമായാലും മുസ്ലിമിന്റെ ദൈവമായാലും ക്രിസ്ത്യാനിയുടെ ദൈവമായാലും എല്ലാ ദൈവത്തിനും ഒരേ നിയമമേ ഉള്ളൂ, ഒരേ ധർമ്മമേ ഉള്ളൂ, ഒരേ മൂല്യങ്ങളേ ഉള്ളൂ. അത് എല്ലാ ദൈവങ്ങളും അക്കാര്യത്തിൽ ഒരുപോലെയാണ്. ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല, മുസ്ലിം ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല. ധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. സത്യം പറയുക എന്നത്, നീതി പാലിക്കുക എന്നത്, അതുപോലെ തന്നെ ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക എന്നത്, സമാധാനം ലോകത്തുണ്ടാക്കുക എന്നത്, അതൊക്കെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ. കക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറെ നിഷേധങ്ങളുണ്ട്. അത് എല്ലാ ദൈവങ്ങൾക്കും ഒരുപോലെയാണ്. ആ നിയമങ്ങളാണ് പാലിക്കേണ്ടത്. ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 5 നേരം ഒന്നുമെടുത്ത് പള്ളിയിൽ പോയി 5 മിനിറ്റ് കൊണ്ട് കാട്ടിക്കൊടുക്കുന്നതല്ല സത്യത്തിൽ നമസ്കാരം എന്നത്. അതുപോലെ തന്നെയാണ് തീർത്ഥാടനം. മതങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ ആളുകളുടെ കാഴ്ചപ്പാടാണ്. സത്യത്തിൽ നമ്മളാരും മതം തെരഞ്ഞെടുത്തവരല്ല. ഇവിടെ മതം തെരഞ്ഞെടുത്ത ഒരാളുണ്ടാവില്ല. ജന്മം കൊണ്ട് കിട്ടിയ മതമാണ്.
പ്രസവത്തിലൂടെ കിട്ടിയ മതമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പോലും മാറ്റാൻ കഴിയും. നമ്മുടെ വസ്ത്രം മാറ്റാം, നമ്മുടെ ഭക്ഷണം മാറ്റാം, നമ്മുടെ പഠനം മാറ്റാം, നമ്മുടെ ആസ്വാദ്യകരമായ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ കഴിയും. പക്ഷേ മാറ്റം വരുത്താൻ കഴിയാത്തത്, മാറ്റം വരുത്താൻ വിചാരിച്ചാൽ പോലും അസാധ്യമാകുന്ന ഒരേ ഒരു കാര്യമേ ലോകത്തിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മതമാണ്. എന്നാൽ ഈ മതം നമ്മൾ തെരഞ്ഞെടുത്തതാണ്. നമ്മളുടെ കോഴ്സുകൾ നമ്മൾ തെരഞ്ഞെടുക്കാറുണ്ട്, നമ്മളുടെ ജോലി നമ്മൾ തെരഞ്ഞെടുക്കാറുണ്ട്, നമ്മൾ താമസിക്കുന്ന വീട് എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് തെരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട്. നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം എന്ന് തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഭാര്യ എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു സാധനം മതമാണ്. അത് പൈതൃകമായി കിട്ടിയതാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും ഏത് മതക്കാരനാണോ ആ മതത്തിലാണ് നമ്മൾ വരുന്നത്. സത്യത്തിൽ മാതാപിതാക്കളുടെ മതം അനുകരിക്കുക മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മാതാപിതാക്കളുടെ മതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ആ അടിച്ചേൽപ്പിക്കപ്പെട്ട മതവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ ഏത് മതം സ്വീകരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആ മതം അനുസരിച്ച് മതം ആചരണം നടത്താനും ഒക്കെ അധികാരമുള്ള ഒരു ഭരണഘടനയാണ്. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മുമ്പിലെ രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഹാദിയയുടെ അനുഭവമാണ്, ഒന്ന് പുനത്തിൽ കുഞ്ഞത്തുള്ളയുടെ അനുഭവമാണ്. രണ്ട് സമകാലിക സംഭവങ്ങളാണ്. വൈക്കത്തെ അശോകന്റെ മകൾ ഹാദിയ മതം മാറി, ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്നു. വേഷവിധാനങ്ങൾ മാറ്റി, ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റി. 24 വയസ്സുള്ള ഒരു ഡോക്ടറായ ഹാദിയ, പ്രായപൂർത്തിയും വിദ്യാഭ്യാസവുമുള്ള ഹാദിയ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് മതം മാറിയപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ അവർ വിവാഹം കഴിച്ചു. ആ വൈവാഹിക ജീവിതം തുടരാൻ പോലും സാധിക്കുന്നില്ല. ഇന്ത്യ അനുവദിച്ച രണ്ട് സ്വാതന്ത്ര്യമാണ്. ഒന്ന്, ഏത് മതവും വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം. രണ്ട്, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഈ രണ്ട് സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ ഈ രണ്ട് സ്വാതന്ത്ര്യത്തിനും വേണ്ടി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുക. ഹാദിയയുടെ മതം മാറ്റം ഞാൻ ന്യായീകരിക്കുകയല്ല. ഇന്ത്യൻ ഭരണഘടന എന്ത് പറയുന്നു എന്നും അത് എന്തുകൊണ്ട് നടപ്പിലാകില്ലെന്നും ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞതാണ്. പുനത്തിൽ കുഞ്ഞത്തുള്ള ഈ അടുത്ത് മരിച്ചു. പുനത്തിൽ കുഞ്ഞത്തുള്ള മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. എന്തായിരുന്നു കാര്യം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹിന്ദു മതം തിരക്കടില്ലെന്ന് തോന്നുന്നു, കുറെ കൂടി സ്വാതന്ത്ര്യമുണ്ട് ഹിന്ദു മതത്തിൽ. ഇസ്ലാം മതത്തെ പോലെ അത് പേടിപ്പിക്കുന്നില്ല ആളുകളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഹിന്ദു മതത്തിൽ രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാം മതത്തെ പോലെ 5 നേരം പള്ളിയിൽ പോകണമെന്ന നിർബന്ധം ഹിന്ദു മതത്തിലില്ല. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാതിരിക്കാം. അതുപോലെ 1 മാസം പട്ടിണി കിടക്കണമെന്ന് ഇസ്ലാം മതത്തിലുണ്ട്. ഹിന്ദു മതത്തിൽ നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് പറയുന്നില്ല, നോമ്പ് എടുക്കാതിരിക്കാം. ഇസ്ലാം മതത്തിലെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജിന് പോകണമെന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു തീർത്ഥാടനത്തിന് പോയാലേ ഹിന്ദു ആകൂ എന്ന് ഹിന്ദു മതം പറയുന്നില്ല. അപ്പോ ദൈവത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അമ്പലത്തിൽ പോകാതിരിക്കാം. അതുപോലെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു മതമാണ്. അതുകൊണ്ട് ഞാൻ ആ മതം ഇഷ്ടപ്പെടുന്നു. മാത്രവുമല്ല, ഞാൻ മരിച്ചാൽ എന്റെ ശവശരീരം അഥവാ മയ്യത്ത് കത്തിച്ചു കളയണം, ദഹിപ്പിച്ചു കളയണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ദഹിപ്പിച്ചിട്ട് അതിന്റെ ഭൗതിക അവശിഷ്ടങ്ങള്
ഏതെങ്കിലും കടലില് നിമജ്ജനം ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായ അദ്ദേഹം പറഞ്ഞു. ഈ കാരണം കൊണ്ട് മുസ്ലിം സമൂഹം വടകരയിലാണ് അദ്ദേഹം. മുസ്ലിം സമുദായത്തിന്റെ സജീവ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ മതാചാര്യന്മാര് കൂടിയിട്ട് പറഞ്ഞത് അദ്ദേഹം മുർത്തദ്ദായിരിക്കുന്നതാണ്. മുർത്തദ്ദാക എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു പോയില്ല. ഇസ്ലാമിന്റെ നിയമപ്രകാരം ആ മതമല്ല വേറെ മതമാണ് നല്ലത്, അതിന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ മുർത്തദ്ദാവും. അങ്ങനെ അദ്ദേഹം മുർത്തദ്ദായിരിക്കുന്നു. അതുകൊണ്ട് മുർത്തദ്ദായാൽ ആ വിവാഹബന്ധം പിന്നെ നിലനിൽക്കില്ല. അപ്പൊ എന്ത് വേണം? വിവാഹമോചനം വേണം. അദ്ദേഹത്തിന്റെ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്, കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുകാർ അവർ വലിയ തറവാട്ടുകാരാണ്. അപ്പൊ അവര് പറഞ്ഞു ഇനി ഇത് തുടരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ മുർത്തദ്ദായതുകൊണ്ട് ഈ വിവാഹബന്ധം ഇവിടെ വെച്ച് അവസാനിക്കണം. അങ്ങനെ ആ വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയും, കുഞ്ഞബ്ദുള്ളയുടെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. പക്ഷെ അദ്ദേഹം ഇസ്ലാമിൽ പറയാറുണ്ട്, മതത്തിൽ നിർബന്ധമില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ അറിയാം അതിന്റെ കുത്തും ചവിട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളക്ക് അദ്ദേഹത്തിന്റെ ബന്ധം തൽക്കാലം ഒഴിയേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവസാനം മയ്യത്ത് മറവ് ചെയ്ത്. അങ്ങനെ പള്ളിയിൽ മറവ് ചെയ്യാൻ പോലും പറ്റൂല, വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പള്ളിയിലാണ് മറവ് ചെയ്ത്. ഞാൻ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സാഹിബിന് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മയപ്പെടുത്തി പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ലേ? ഹാദിയയുടെ ഭാഗത്ത് നിന്ന് ഹാദിയെ സംബന്ധിച്ച് അവര് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതുപോലെ നാളത്തെ പരലോകത്തെ കുറിച്ചാണ്. അവര് പറയുന്നത് നാളെ ഞാൻ ഇങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാതെ നോമ്പ് നോക്കാതെ നിസ്കരിക്കാതെ പോയാൽ എന്നെ പിടിച്ച് അള്ളാഹു നരകത്തിലിടും, എന്റെ അച്ഛനും അമ്മയ്ക്കും നരകത്തിലിടും. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞത് പറഞ്ഞ് വേഷവിധാനം വേണം, മുഖമൊക്കെ മറക്കണം, അതുപോലെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണം. അങ്ങനെയാണെങ്കിലേ എനിക്ക് സ്വർഗം കിട്ടൂ. അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും മുപ്പത്തി പറഞ്ഞു, ഈ ഹരിയ പറഞ്ഞു, എന്ത് നിങ്ങളും ഇതാവണം എന്നൊക്കെ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എനിക്ക് ആ ഭാഗത്ത് പറയാനുള്ളത്, സത്യത്തിൽ മതങ്ങളെ കുറിച്ച് പഠിച്ചാൽ മതം മാറേണ്ടി വരില്ല, ജാതി മാറേണ്ടി വരില്ല, ഭാഷ മാറേണ്ടി വരില്ല, വേഷം മാറേണ്ടി വരില്ല, സ്വഭാവം നന്നാക്കിയാൽ മാത്രം. എല്ലാവർക്കും അത് ബാധകമാണ്. ഹാദിയ എന്തിനാ പേര് മാറ്റിയത്? ഹാദിയ എന്ന് പറഞ്ഞാൽ ഹിദായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്, നേർമാർഗം. ഹാദിയ എന്തിനാ പേര് മാറ്റിയത്? ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി പേര് മാറ്റിയിട്ടുണ്ടോ? നബിക്ക് 40-ാം വയസ്സിലാണ് പ്രവാചകത്വ നുബുവത്ത് ലഭിക്കുന്നത്. ചെറുപ്പത്തിലെ മൂപ്പരുടെ പേര് മുഹമ്മദ് എന്നാണ്, മുസ്ലിം പേരല്ലല്ലോ. മൂപ്പര് മുഹമ്മദ് എന്നുള്ള പേര് മാറ്റിയോ? അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പേര് മാറ്റിയോ? ഇല്ല. ഉമർ ബിൻ ഖത്താബ് പേര് മാറ്റിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ മാറ്റിയോ? അലി ബിൻ അബീ താലിബ് മാറ്റിയോ? എല്ലാവരും ആരാണ്? എല്ലാവരും മുസ്ലിങ്ങളാകുന്നതിന് മുമ്പേ ആ പേരുള്ളവരാണ്. ഖദീജ ബീവി റസൂലിന്റെ ഭാര്യയല്ലേ, ആ പേര് മാറ്റിയോ? റസൂലിന്റെ ഏതെങ്കിലും ഒരു ഭാര്യമാരും ഒരു പുതിയ പേര് സ്വീകരിച്ചോ? അത് സ്വീകരിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മതം മാറുമ്പോ പേര് മാറ്റേണ്ടതില്ല എന്നതിന് പ്രവാചകൻ തന്നെ തെളിവാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം പേര് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന പേരുകളിൽ 99% മുസ്ലിം പേരല്ല. അപ്പൊ പേരിൽ കാര്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പേരല്ല, സ്വഭാവമാണ് പ്രശ്നം, മൂല്യങ്ങളാണ് പ്രശ്നം. ആ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രശ്നം. അപ്പോ എല്ലാ മതങ്ങളും, ഇപ്പോ ഹാദിയ അള്ളാന്റെ മാർഗത്തിലാണ്. ഹാദിയ നേരത്തെ പ്രാർത്ഥിക്കാൻ പോയത് വൈക്കത്തപ്പനാണ്. വൈക്കത്തെ ഇവരുടെ ക്ഷേത്രത്തിൽ, വൈക്കത്തപ്പന്റെ ക്ഷേത്രത്തിലാണ് പ്രാർത്ഥിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. സ്ഥിരമായിട്ട് പോകാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ രണ്ട് ദൈവങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വൈക്കത്തപ്പൻ എവിടെ നിൽക്കുന്നു, അള്ളാഹു എവിടെ നിൽക്കുന്നു. വൈക്കത്തപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹാദിയക്കും കുടുംബത്തിനും അള്ളാഹിന്റെ അടുത്ത്
വൈക്കത്തപ്പന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോ വൈക്കത്തപ്പൻ എന്നെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലിടും എന്ന് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. വൈക്കത്തപ്പൻ നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല, വടക്കാക്കാൻ വേണ്ടി ഒരു ഇബ്ലീസിനെ അയച്ചിട്ടില്ല. വൈക്കത്തപ്പൻ നമ്മളിവിടെ വർദ്ധയൊക്കെ ഇട്ട് നടന്നാൽ നാളെ സ്വർഗം കിട്ടും, ഊർലീകളെ കിട്ടും, മദ്യം കിട്ടും, മദിരാക്ഷി കിട്ടും എന്നൊന്നും വൈക്കത്തപ്പൻ പറഞ്ഞിട്ടുണ്ടാവില്ല. വൈക്കത്തപ്പൻ എന്നെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്നെ നരകത്തിലിടും എന്ന് വൈക്കത്തപ്പൻ പറഞ്ഞിട്ടുണ്ടാവില്ല. വൈക്കത്തപ്പനോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചതെല്ലാം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതിനായിരിക്കും ഒരു ഡോക്ടർ വരെ ആയിട്ടുണ്ടാവുക. അള്ളാഹുവിന്റെ അടുത്ത് വന്നാൽ ഇതൊക്കെ നടക്കൂല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ നരകം ഉറപ്പാണ്. അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ആരെങ്കിലും പോയാൽ അവൻ മുർത്തതായി പോകും. അള്ളാഹു 1,24,000 പ്രവാചകന്മാരെ മനുഷ്യനെ നന്നാക്കാൻ അയച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ മനുഷ്യനെ മോശമാക്കാൻ ഇബ്ലീസിനെയും അയച്ചിരിക്കുന്നു. ഈ പർദ്ദ ധരിച്ചില്ലെങ്കിൽ, 5 നേരം നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് നോക്കില്ലെങ്കിൽ, ഹജ്ജ് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും എന്നൊരു വിശ്വാസം അവിടെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അതേസമയം അള്ളാഹുവിന് ഈ പർദ്ദയും ഹിജാബും ഒക്കെ നിർബന്ധമാണ്. മുഖവും മുൻകൈയും ഒക്കെ ഒഴിച്ച് മടക്കണം. വൈക്കത്തപ്പൻ അങ്ങനെ ഒരു നിർബന്ധമില്ല. ആണുങ്ങൾ എന്തിടണം, പെണ്ണുങ്ങൾ എന്ത് ധരിക്കണം എന്ന് വൈക്കത്തപ്പന് നിർബന്ധമില്ല. സത്യത്തിൽ വൈക്കത്തപ്പനെ വിട്ട് അള്ളാഹുവിലേക്ക് വന്നപ്പോൾ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൂടുകയാണോ ചെയ്തത്, ജീവിതം സുഖകരമാവുകയാണോ ചെയ്തത്, ജീവിതം ദുസ്സഹമാവുകയാണോ ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പോയിന്റിലായിരിക്കണം ആദ്യം വന്നിട്ടുണ്ടാവും. അത് സ്വർഗവും നരകവുമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ, 5 നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നോമ്പ് നോക്കില്ലെങ്കിൽ, ഹിജാബ് ധരിച്ചില്ലെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചില്ലെങ്കിൽ നാളെ നരകത്തിൽ പോകേണ്ടി വരും. ഇതൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് മാത്രമല്ല, ഖാലിദീന ഫിഹാ ശാശ്വതമായി ജീവിക്കുകയും ചെയ്യാം. ശാശ്വതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോ ഒരു 60-70 വയസ്സായ മരിച്ചു. സത്യത്തിൽ ഒരു അനുഗ്രഹം നിശ്ചയിക്കുന്ന കൂട്ടത്തിലല്ല. എന്തുകൊണ്ട് പല യോഗത്തിലും പറ്റ ആളുകളെ പ്രസംഗിക്കാറുണ്ട്, ഇങ്ങേർക്ക് ദീർഘായുസ് കൊടുക്കണേ. സപ്തതി ആഘോഷിക്കുമ്പോ, നവമി ആഘോഷിക്കുമ്പോ, 90-ാം വയസ്സ് പൂർത്തിയാകും, അതൊക്കെ ആഘോഷിക്കല്ലോ. ശതാബ്ദി, ജന്മശതാബ്ദി അങ്ങനെ കിടക്കുകയാണെങ്കിൽ പറയും ദീർഘായുസ് കൊടുക്കണേ. ദീർഘായുസ് കൊടുത്താൽ എന്താ സ്ഥിതി? 90 വയസ്സുമ്പോ 100, 110 അങ്ങനെ പോകും. 90 തന്നെ ഒരു എഴുതി കിടക്കാൻ വയ്യ. അല്ല, രോഗങ്ങൾ മുഴുവൻ. അപ്പൊ ദീർഘായുസ് ഉണ്ടായാൽ എന്താ ചെയ്യുക? അതിനേക്കാൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള സമയത്ത് അവസാനിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെ. അപ്പൊ ഹാദിയെ സംബന്ധിച്ചിടത്തോളം ഹാദിയയുടെ ഇപ്പോഴത്തെ ദൈവം അല്ലെങ്കിൽ അള്ളാഹു, ഹാദിയയുടെ ഇന്നലത്തെ വൈക്കത്തപ്പൻ, ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോ ഹാദിയക്ക് ഏതായിരുന്നു സുഖകരം എന്ന ചോദ്യം വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. ഹാദിയയുടെ ദൈവമായ വൈക്കത്തപ്പനായാലും ഹാദിയയുടെ ഇപ്പോഴത്തെ ദൈവമായ അള്ളാഹു ആയാലും ഇത് രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യങ്ങളല്ല. കാരണം ഒരു ദൈവവും മനുഷ്യനെ അവന്റെ അടിമയാക്കി കൊണ്ടുപോകുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് സംസാരിക്കുന്നതാരാണ്? പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആരാണ് പ്രവാചകന്മാരെ? ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരാരാണ്? അവർ കൊണ്ടുവരുന്ന സന്ദേശം എന്താണ്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു റസൂലിനെ നിയോഗിച്ചവരാണ്. ഫഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു റസൂലുണ്ട്. അത് നമ്മുടെ മനസ്സാക്ഷിയാണ്. നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന്
സന്ദേശവാഹകൻ ഓരോ മനുഷ്യനിലും ഉണ്ട്. അത് നമ്മളോട് സംസാരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോ, ഒരു അസത്യം പറയാൻ പോകുമ്പോ ആ ദൈവം, ആ സന്ദേശം, ആ റസൂൽ നമ്മളോട് സംസാരിക്കും. റസൂൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശവാഹകൻ. റസൂൽ എന്ന് പറഞ്ഞാൽ, റിസാലത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശമാണ്. ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നതാണ് ഖുർആനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ സന്ദേശമായിട്ടാണ് ഭഗവത്ഗീതയെ കാണുന്നത്. ദൈവത്തിന്റെ സന്ദേശമായിട്ടാണ് ഇഞ്ചീലിനെ കാണുന്നത്, ബൈബിളിനെ കാണുന്നത്. ദൈവത്തിന്റെ സന്ദേശമായിട്ടാണ് റസൂൽ ഇത് കാണുന്നത്, തൗറാത്ത് കാണുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നു, ഈ ദൈവത്തിന്റെ സന്ദേശം, ഈ റിസാലത്ത്, ഈ റസൂൽ നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. എത്ര സുന്ദരമായ ഒരു ആശയമാണത്. നമ്മുടെ മനസ്സാക്ഷിയാണ് സത്യത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഏത് കാര്യമായാലും നമ്മളൊരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അതിലെ ശരിയും തെറ്റും അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, അല്ലെ? നമ്മള് ഒരു കൈക്കൂലി വാങ്ങുമ്പോ നമ്മുടെ മനസ്സ് പറയും അത് തെറ്റാണ്, വാങ്ങാൻ പാടില്ല, അന്യായമാണ് എന്ന് പറയില്ലേ? ഒരു കളവ് നമ്മൾ പറയാൻ പോവാണ്, മനസ്സ് അപ്പം പറയും നീ പറയുന്നത് പറയാൻ പാടില്ല എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളിൽ തന്നെ റസൂലുണ്ട്, നമ്മളിൽ തന്നെ മുന്നറിയിപ്പുകാരനുണ്ട്, നമ്മളിൽ തന്നെ സന്ദേശവാഹകനുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പൊ അതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഈ ആശയം വായിക്കുന്നതിന് പകരം അതിന്റെ പദാർത്ഥ തലത്തിൽ വായിച്ചപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ വെച്ചു. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം 5 നേരം നിസ്കരിക്കണം. അതിനാണ് ഈ പള്ളികളൊക്കെ. എല്ലാവരും ആ സമയമായാൽ ദുഹർ, അസർ, മഗ്രിബ്, ഇശ ആയാൽ ഓടിക്കറിച്ച് ചെല്ലും. എന്താ കാര്യം? ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഇതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കും, ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടും. ഈ ഒരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ ഈ 5 നേരം പോയി നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ആചാര നമസ്കാരം ഉണ്ടല്ലോ, ഈ നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ നമസ്കരിക്കണമെന്ന് ഖുർആനിലെ 6236 അധ്യായങ്ങൾ തെരഞ്ഞാൽ കാണില്ല. എന്നാൽ നമസ്കരിക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ നമസ്കാരം എന്താണ്? ഖുർആനിൽ പറഞ്ഞതാണ് ഇന്നത്തെ നമസ്കാരമെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് കൂടി പഠിച്ചവൻ പറയണമായിരുന്നു. എന്താ പറയാതിരുന്നത്? പറയാതിരുന്നത് ഇതല്ല പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ, ജഗദീശ്വരൻ ആഗ്രഹിക്കുന്ന നമസ്കാരം. അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള. ഈ വിശുദ്ധ ഗ്രന്ഥം എന്താണെന്നുള്ളതിനെ കുറിച്ച് പോലെ ചിന്തിക്കേണ്ടതാണ്. പലരും വളരെ പവിത്രമായി ഇത് കൊണ്ടു നടക്കാറുണ്ട്. എല്ലാ മതക്കാരും അവരുടെ ഗ്രന്ഥങ്ങൾ പവിത്രമായി കൊണ്ടു നടക്കാറുണ്ട്. ഹൈന്ദവ സഹോദരന്മാരെ അത് ഇടയ്ക്ക് വായിക്കാറുണ്ട്. മുസ്ലിങ്ങൾ നോമ്പൊക്കെ എടുത്തു വായിക്കും, അല്ലെങ്കിൽ ആരും മരിച്ച വായിക്കും. വളരെ പുണ്യത്തോടുകൂടി പവിത്രതയോടുകൂടി കൊണ്ടുപോകും. പക്ഷെ ഇന്ന് വരെ കൃത്യമായി വായിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ നിസ്കാരം എന്താണ് എന്ന് അവർ പഠിക്കുമായിരുന്നു. അത് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നമസ്കാരം ഇന്നത്തെ കോലത്തിലാക്കിയത് ഈ ഹദീസുകളാണ്. ഈ ഹദീസ് വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഖുർആനിലെ നിസ്കാരത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ. ഖുർആൻ പറയുന്നു ഇതാണ് നേരായ മാർഗം. ഏതാണ് നേരായ മാർഗം? ഖുർആൻ എടുത്ത് പറയുക, നിങ്ങൾ അതിനെ മാത്രമേ പിന്തുടരാവൂ, വേറെ ഒന്നിനെയും പിന്തുടരരുത്. അങ്ങനെ പിന്തുടർന്നാൽ നിങ്ങൾ വഴിപിഴക്കുമെന്ന് മാത്രമല്ല, നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്യും. പറയുക. അപ്പൊ ഖുർആൻ മാത്രമേ പിൻപറ്റാവൂ. അങ്ങനെ വന്നാൽ ഖുർആനിൽ നിന്ന് വേണം നമസ്കാരം എന്താണെന്ന് പഠിക്കാൻ, നോമ്പ് എന്താണെന്ന് പഠിക്കാൻ, ഹജ്ജ് എന്താണെന്ന് പഠിക്കാൻ. അത് പഠിക്കുമ്പോഴറിയാം ഇന്ന് ചെയ്യുന്ന നമസ്കാരമല്ല ഖുർആൻ പറയുന്ന നമസ്കാരം, ഇന്ന് ചെയ്യുന്ന നോമ്പല്ല, അനുഷ്ഠിക്കുന്ന വ്രതമല്ല ഖുർആൻ പറയുന്ന വ്രതം, ഇന്ന് നടത്തുന്ന
തീർത്ഥാടനമല്ല ഖുർആൻ പറയുന്ന ഹജ്ജ് എന്ന് മനസ്സിലാക്കും. നമസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്തുടരുക എന്നുള്ളതാണ്. ആ നമസ്കാരം പിന്തുടരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമങ്ങൾ പിന്തുടരുക എന്നാണ്. ഓരോ ദൈവത്തിനും പ്രത്യേക നിയമങ്ങളില്ല. എല്ലാ ദൈവങ്ങൾക്കും ഒരു നിയമമുണ്ട്. ഹൈന്ദവന്റെ ദൈവമായാലും മുസ്ലിമിന്റെ ദൈവമായാലും ക്രിസ്ത്യാനിയുടെ ദൈവമായാലും എല്ലാ ദൈവത്തിനും ഒരേ നിയമമേ ഉള്ളൂ, ഒരേ ധർമ്മമേ ഉള്ളൂ, ഒരേ മൂല്യങ്ങളേ ഉള്ളൂ. അത് എല്ലാ ദൈവങ്ങളും അക്കാര്യത്തിൽ ഒരുപോലെയാണ്. ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല, മുസ്ലിം ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല. ധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. സത്യം പറയുക എന്നത്, നീതി പാലിക്കുക എന്നത്, അതുപോലെ തന്നെ ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക എന്നത്, സമാധാനം ലോകത്തുണ്ടാക്കുക എന്നത്, അതൊക്കെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ. കക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറെ നിഷേധങ്ങളുണ്ട്. അത് എല്ലാ ദൈവങ്ങൾക്കും ഒരുപോലെയാണ്. ആ നിയമങ്ങളാണ് പാലിക്കേണ്ടത്. ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 5 നേരം ഒന്നുമെടുത്ത് പള്ളിയിൽ പോയി 5 മിനിറ്റ് കൊണ്ട് കാട്ടിക്കൊടുക്കുന്നതല്ല സത്യത്തിൽ നമസ്കാരം. അതുപോലെ തന്നെയാണ് തീർത്ഥാടനം.